ഒരു മനുഷ്യജീവിയല്ലേ അദ്ദേഹം. ഒരു മനുഷ്യരുടെ ദേഹത്ത് പുഴുവാകുവാന്ന് വെച്ചാൽ ആ അവസ്ഥ എന്തോ. അങ്ങേരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു മനുഷ്യനല്ലേ അങ്ങേര്. 4 ദിവസം കൊണ്ട് ഞാൻ ഇവന്റെ നിങ്ങളുടെ എല്ലാം പുറകെ നടക്കുമല്ലേ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വാർത്ത പുറത്തു വന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ചെപ്ര എന്ന ഗ്രാമത്തിൽ നിന്നാണ്. മദ്യലഹരിയിൽ പിതാവിൻ്റെ കാൽ തേക്കിൻ കഴ കൊണ്ട് അടിച്ചൊടിച്ചു. മുറിവ് പഴുത്ത് പുഴുവരിച്ചിട്ടും ആശുപത്രിയിലെത്തിക്കാൻ മകനോ ഭാര്യയോ തയ്യാറായില്ല. ഒടുവിൽ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം ഇടപെട്ട് ആശുപത്രിയിലെത്തിച്ച കൊട്ടാരക്കര ചെപ്ര സ്വദേശിയായ വയോധികൻ ഗുരുതരാവസ്ഥയിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. തേക്കിൻ്റെ കഴ കൊണ്ടാണ് മകൻ ഉണ്ണി കൊട്ടാരക്കര ചെപ്ര മണ്ണത്താമര സ്വദേശിയായ ഗോപിയുടെ കാൽ അടിച്ചൊടിച്ചത്. അടികൊണ്ട് അസ്ഥി ഒടിഞ്ഞു മാറുകയും ഗുരുതരമായ മുറിവുകളുണ്ടാവുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിലെത്തിക്കാൻ മകനോ ഗോപിയുടെ ഭാര്യയോ തയ്യാറായില്ല. ഒടുവിൽ കാൽ പഴുത്ത് പുഴുവരിച്ച് വേദന സഹിക്കാൻ വയ്യാതെ അയൽവാസികളാണ് പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗമായ ബിന്ദു പ്രകാശിനെ വിവരം അറിയിക്കുന്നത്. എങ്ങനെ മുറിഞ്ഞെങ്ങനെ അടിച്ചോ? എന്താ കൊണ്ട് അടിച്ചേ? കേക്കിങ്ങമ്മ കൊണ്ടോ? അല്ല, അടിച്ചിട്ട് ഇത്ര നാൾ ആശുപത്രി വരാൻ ഞാൻ എന്താ ഇത്ര സ്മെല്ലാവുന്നിടം വരെ ഇങ്ങനെ വെച്ചിരുന്നേ? പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ച് എന്നിട്ട് പോലെ അവർ പോകൂല. ആ പാരാത്രി ഓട്ടോ വിളിച്ച് ഇതിന്റെ അകത്ത് കൊണ്ടിട്ടിരുന്നു. എന്തായാലും അങ്ങനെ ചാവാനാ. നമ്മളൊന്നും കയറി സംസാരിച്ചെടുക്കൂല്ലാത്തൊരു ചെറുക്കൻ. മൂത്തമ്മോന്റെ 1 ലക്ഷം രൂപ കിട്ടി, അല്ലെങ്കിൽ എവിടെങ്കിലും ഇറങ്ങി 500-5000 രൂപ മേടിച്ചുകൊണ്ട് ആ വക്കീലിന്റെ അവിടെ ചെന്ന് ആരെല്ലാം കൂടാത്തൊരു ലോകത്തൊരു ആമ്പിളരും ചെറുപ്പക്കാരും ഇല്ല. പോട്ട് ആ കുടിച്ചതിന്റെ വെള്ളം അവ അടിച്ച് അതൊരു തെറ്റല്ലെന്ന് പറയും. എന്നാ പോലും പിറ്റെന്നെങ്കിലും അവർക്ക് കൊണ്ടുപോയിക്കൂടെ? അവരെ ഇവിടെ മണ്ണത്താമര കോളനിയിൽ ഇവർ അച്ഛനും മോനും ഒക്കെ എപ്പോഴും വെള്ളം അടിച്ചിട്ട് അവർ പ്രശ്നക്കാരാ. ഒരു 3 ആഴ്ച മുമ്പ് കണ്ട് ഇവർ അച്ഛനും മോനോട് അടിയായിട്ട് ഈ അച്ഛൻ്റെ കാല് തല്ലി ഒടിച്ച് തേക്കും കമ്പിന് മുറ്റത്തിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവ അടിച്ച് പൊട്ടിച്ച് ഈ എല്ലെന്തോ ഒടിഞ്ഞ് മാറിയിട്ട് 2-3 ആഴ്ചയായിട്ട് ഇദ്ദേഹം അവിടെ കിടന്ന് വേദന അനുഭവിക്കുക. അപ്പോൾ ഇവരാരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ ഇവനോ ഇവൻ്റെ അമ്മയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ നോക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഇതിങ്ങനെ പഴുത്തിട്ട് വ്രണമായി പുഴുവായി വാടയായപ്പോഴത്തേന് സ്മെല്ല് സഹിക്കാൻ വയ്യാതെ തൊട്ട് അപ്പുറത്തെ വീട്ടിലെ ആ അമ്മയുടെ അനിയത്തിയുടെ മരുമോളും മോനും കൂടെ ഈ അമ്മയെ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ച്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ഡോക്ടർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ആ കൊച്ചു വീണ്ടും തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് 108 ആംബുലൻസ് വരെ റെഡിയാക്കി കൊടുത്തിട്ട് ഈ മോനും അമ്മയും കൂടെ അവിടെ ചെന്നിട്ട് ഈ അവനെ കണ്ടെത്തി ഞങ്ങൾ വിട്ടതാണ്. അവന് ഫോണൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ വിട്ട് അവിടെ ചെന്നിട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. ആംബുലൻസ് കയറ്റാനോ ഹോസ്പിറ്റലിൽ പാരപ്പള്ളി കൊണ്ടുപോകാനോ സമ്മതിക്കാതെ വീണ്ടും തിരിച്ച് ഈ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു. ഇത്രയും സീരിയസ് ആയ കാരണം അണുബാധ ഉണ്ടായ ഒരു വ്യക്തിയെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വീണ്ടും 2 ദിവസം കൂടെ ഇട്ടപ്പോഴത്തേന് ഇദ്ദേഹത്തിൻ്റെ നില ഒരുപാട് വഷളായി. അങ്ങനെ വീണ്ടും ഈ അയൽ വീട്ടുകാരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഞാൻ ഇടവിട്ട് അവിടെ അഡ്മിറ്റാക്കി യാതൊരു കാരണവശാലും അവിടെ തുടരാൻ പറ്റത്തില്ല, വീണ്ടും എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. പലതവണ ഇവൻ്റെ അടുത്ത് ചെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇവൻ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നോക്കാനോ പോലും കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരുപാട് തവണ ഞങ്ങളെല്ലാവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞിട്ട് ഇവ അനുസരിക്കാത്തൊരു ഇപ്പം വീണ്ടും അദ്ദേഹത്തിന് അവിടെ ഹോസ്പിറ്റലിൽ പോലും ചെന്ന് നിൽക്കുക ഒരാൾക്ക് പോലും അടുക്കാൻ പറ്റാത്ത തരത്തിൽ സ്മെല്ലും പ്രശ്നങ്ങളുമായിട്ടിരിക്കുക. എന്നിട്ട് പോലും ഇവൻ കൂട്ടാക്കിയില്ല. ആദ്യം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്നും 108 ആംബുലൻസ് വിളിച്ചെങ്കിലും ഈ മകനോ ഭാര്യയോ ഒപ്പം പോകാനോ അല്ലെങ്കിൽ ഈ വയോധികനെ ആശുപത്രിയിൽ എത്തിക്കാനോ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് ആംബുലൻസ് തിരിച്ചു പോവുകയായിരുന്നു. ഇതിനിടയിൽ ഒടിഞ്ഞു മാറിയ കാലിലെ അസ്ഥികഷ്ണം മൂലമുണ്ടായ മുറിവ് ഗുരുതരമാവുകയും പഴുത്ത് പുഴുവരിക്കുകയും ചെയ്തു. എന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാവാതെ മകനും ഗോപിയുടെ ഭാര്യയും ഇദ്ദേഹത്തോട് ക്രൂരമായി പെരുമാറുകയായിരുന്നു. എന്നാൽ മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഈ ഗ്രാമപഞ്ചായത്ത് അംഗം അയൽവാസികളുടെ സഹായത്തോടെ വീണ്ടും 108 ആംബുലൻസ് എത്തിച്ച് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ നിർബന്ധത്തെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും പരിക്ക് അതീവ ഗുരുതരമാവുകയും ശരീരത്തിനുള്ളിലേക്ക് അണുബാധ വർദ്ധിക്കുകയും ചെയ്തതോടെ ഇവിടെ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് പലതവണ ആശുപത്രി അധികൃതർ അറിയിച്ചു. എന്നാൽ
മകനോ ഭാര്യയോ ബന്ധുക്കളോ പോകാൻ തയ്യാറാവാതെ വന്നതോടെ കഴിഞ്ഞ 4 ദിവസമായി ഇദ്ദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിൽ വീണ്ടും ഈ ഗ്രാമപഞ്ചായത്ത് അംഗം ഇടപെട്ട് നാട്ടുകാരുടെ സഹായത്തോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പം പോലീസുമായിട്ട് വന്നിട്ട് ഇവനെ കൂട്ടിക്കൊണ്ട് പോവുക ചെയ്ത് ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അവരുടെ ബന്ധുക്കളെയൊക്കെ അറിയിച്ച് അവരൊക്കെ ഹോസ്പിറ്റലിലുണ്ട്. ഇപ്പോൾ ഇവനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ആശുപത്രി ബന്ധപ്പെട്ടപ്പം ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉള്ളിലെല്ലാം അണുബാധയായിപ്പോയി, പഴുപ്പ് മുകളിലേക്ക് കയറുക, എത്രയും പെട്ടെന്ന് കൊണ്ടുപോയില്ലെങ്കിൽ കാല് മുറിച്ച് മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. പിന്നെ എന്താവോന്ന് അറിയത്തില്ല, അത്രയ്ക്ക് സീരിയസ് ആണ് പുള്ളിക്കാരൻ. ശരീരം ഒന്ന് അനക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വേദന അനുഭവിക്കുക. അവരെല്ലാം സാധാരണക്കാർ കുടുംബങ്ങൾ, അവർക്കൊന്നും കൂടെ പോയി നിൽക്കാനോ അന്നന്ന് ഇറങ്ങിപ്പോയി കഴിയുന്നവർ ഇദ്ദേഹത്തെ നോക്കാനോ പോയി നിൽക്കാനോ പറ്റുന്ന ഒരവസ്ഥയിലല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന അവസ്ഥയിൽ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവർക്ക് സ്കൂളിലൊക്കെ വിടണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഈ മകൻ പോയി അച്ഛനെ നോക്കാൻ ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടിട്ട് അവൻ പോകാത്ത ഒരവസ്ഥയിലായിരുന്നു. അതാണിപ്പോൾ പോലീസിനെ വിളിക്കേണ്ടി വന്നതും കൊണ്ടുപോയതും. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഈ ലഹരിക്ക് അടിമപ്പെട്ട് നമ്മുടെ കുട്ടികളെല്ലാം ഇങ്ങനെ രക്ഷകർത്താക്കളെ എല്ലാം ഉപദ്രവിച്ച് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അവനോട് നല്ല മര്യാദയ്ക്ക് അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ നീ ഒന്ന് കൂടെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പിന്നെ പോവാം. ഇവന് എങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുപോലും അവൻ കൂട്ടാക്കാതെ ധിക്കാരിയായിട്ട് അവൻ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് വന്ന് കൊണ്ടുപോയത്. അയാളെന്ന് മൂത്ത മോനെ ഇതേപോലെ ബ്ലേഡ് വെച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചേട്ടൻ തന്നെ, എൻ്റെ ചേട്ടത്തിയുടെ ഭർത്താവ് തന്നെ കേട്ടോ. അവനെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല, അവനെ ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വിടാൻ വേണ്ടി വന്നേ. അല്ലാണ്ട് കാലൊന്നും എടുക്കാതെ കരഞ്ഞ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമായാലും ഒരു ദിവസം കൂടുതൽ സപ്പോർട്ടൊന്നും ചെയ്യണ്ട ചേച്ചി. അവിടെ ഇല്ല, ഞാൻ ഇത് താപ്പോട്ട് എവിടെ പോകും? ആണോ? വലിയ കയറ്റം ഇത് അങ്ങോട്ടേക്ക്. റേഞ്ചില്ല. അതൊന്നും ഇല്ലയോ?